ഞാനിത് കഴിക്കാം, പക്ഷേ എനിക്ക് തൃപ്തികരമായ ഒരു മറുപടി കേൾക്കണം. മറ്റൊന്നും നീ പേടിക്കണ്ട. ഇപ്പോൾ ഫൈനലെത്തുകയാണ്, ഒരാൾ മാത്രമേ വിന്നാവൂ. ഭയമുണ്ടോ? ടെൻഷനുണ്ട്. ടെൻഷൻ ഇല്ലാതിരിക്കുന്നത് നല്ലത്, മനസ്സിലായേ? അപ്പോൾ ഇതുവരെയുള്ള യാത്രയിൽ ഈ ഷെഫ് മാസ്റ്റർ ജൂനിയേഴ്സിലെ നിൻ്റെ ഇതുവരെയുള്ള യാത്രയിൽ നിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് നിൻ്റെ എക്സ്പീരിയൻസ്? നീ കുറച്ച് പറഞ്ഞെങ്കിലും കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയണം. മാത്രമല്ല, ഇനി എന്താണ് നിൻ്റെ ഭാവി? ഇത് മാത്രമാണോ അത് അല്ലാത്തത്? നിന്നുള്ള കഴിവുകളും എന്തൊക്കെയാണ്? നിനക്ക് എവിടെത്താനാണ്, ആരാകാനാണ് നിൻ്റെ ആഗ്രഹം? അതെല്ലാം ഒന്ന് വിശദമായിട്ട് പെട്ടെന്ന് ടപ്പേന്നൊന്ന് പറഞ്ഞു. കുറേ ഫ്രണ്ട്സിനെ കിട്ടി ആദ്യം തന്നെ. അപ്പം അവരുടെ കൂടെയുള്ള ഇൻട്രാക്ഷൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല ജഡ്ജസ്, പിന്നെ നല്ല ഒരു ആങ്കർ, അപ്പം പിന്നെ കുറേ സെലിബ്രിറ്റി ജഡ്ജസ് വന്നു. ഞങ്ങളും അപ്പം എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു, ഭയങ്കര ഹ്യൂമറസ് ആയിരുന്നു. പിന്നെ നല്ലോണം ചെയ്യാൻ പറ്റി, പുതിയ പുതിയ ടിപ്സ് കിട്ടി. കുറേ ആൾക്കാർ നമ്മളുടെ ഒരു ഫാമിലി തന്നെയാണത്. ഫാമിലിയിൽ നിന്ന് കുറേ ആൾ പോയി, പക്ഷെ ഇപ്പോഴും നമ്മൾ വിളിക്കാറും ഭയങ്കര ഇപ്പോഴും നമ്മുടെ സൗഹൃദം ഒരിക്കലും ബ്രേക്കപ്പ് ആകില്ല. താങ്ക് യു. പിന്നെ ശരിക്കും പണ്ടൊക്കെ എനിക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ പിന്നീട് ഹോട്ടൽ മാനേജ്മെൻറ്റ് കുക്കിംഗ് മാത്രമല്ല ബാക്കി എല്ലാ കാര്യങ്ങളും പഠിക്കുന്നു പറഞ്ഞതോടെ ഞാൻ പിന്നീട് കാലം മാറി എന്നതോടെ എനിക്ക് ഒരു IAS ഓഫീസർ ആവാനാണ് ആഗ്രഹം. അപ്പം ഇപ്പോഴും ആ ആഗ്രഹം തന്നെ കൊണ്ടുവന്നു. കാരണം ഞാൻ കുറേ ക്വിസിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പ്രൈസ് മേടിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു നല്ലോണം പ്രസംഗിക്കും. ഇപ്പം കലോത്സവത്തിലെല്ലാം നിൽക്കുന്നുണ്ട്. പിന്നെ ഹോബീസ് എന്ന് വെച്ചാൽ ആനിമേഷൻ ചെയ്യും, പിന്നെ ചെസ് കളിക്കും, പിന്നെ ആർച്ചറി ഉണ്ട്, സ്പോർട്സിൽ ആർച്ചറി ഉണ്ട്, ബാഡ്മിൻ്റൺ ഉണ്ട്, സ്വിമ്മിങ് ഉണ്ട്, പിന്നെ ഡാൻസ് ഉണ്ട്, ഡ്രംസ് പഠിക്കുന്നുണ്ട്. സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ വീട്ടിൽ? പഠിച്ചു കഴിഞ്ഞിട്ട് അത് വാങ്ങിക്കും. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിന്റെ ആത്മവിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. താങ്ക് യു. ദൈവത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ? അത് പറഞ്ഞില്ല. ആരെന്ത് ചോദിച്ചാലും ആദ്യം അത് പറയണം, എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറയണം കേട്ടോ. ചുമ്മാ തട്ടിവിട്ടില്ലെങ്കിൽ. ഓക്കെ, ഇത് കഴിക്കാമല്ലോ. ഇതെങ്ങനെ കഴിക്കുന്നത്? അങ്ങനെ മതിയോ? മനോഹരമായിട്ടുണ്ട് കേട്ടാ, സൂപ്പർ. നമ്മുടെ സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കിടിലം. നിനക്കെന്നെ കിട്ടുമെന്ന് തോന്നുന്നു. ഞാനും പ്രാർത്ഥിക്കാം. അപ്പം നമുക്ക് അമ്മയെ വിളിക്കാം. അമ്മ വിളിക്കും. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി മോളുടെ പെർഫോമൻസ് കണ്ടിട്ട്? സന്തോഷം. ഫൈനലെത്തിയപ്പോൾ നേരത്തെ പ്രതീക്ഷ ഉണ്ടായിരുന്നു? എനിക്ക് ഫൈനലെത്തുന്നൊന്നും പ്രതീക്ഷയില്ല, പക്ഷെ അവളെ കഴിവ് നല്ലോണം കുറച്ചും കൂടി നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ പഠിക്കണം, നല്ല അതിൽ കുറച്ചൊരു മാസ്റ്റർ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിൽ ഞാൻ സന്തോഷമുണ്ട്. ടി വിയിൽ മോളെ ഓരോ എപ്പിസോഡും കാണുമ്പോൾ നമുക്കിങ്ങനെ ചില എപ്പിസോഡുകളിൽ ബാഡായിട്ടുള്ള കമൻ്റ് ആയിരിക്കും, ചിലപ്പോൾ നല്ല നമുക്ക് ഹാപ്പി ആയിട്ടുള്ള നല്ല സന്തോഷമുള്ള അഭിപ്രായമായിരിക്കും പറയുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആ രീതിയിലുള്ള അപ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ എങ്ങനെ ആയിരുന്നു മനസ്സിൻ്റെ? മോശം പറഞ്ഞാലും നല്ല പറഞ്ഞാലും അത് അന്നത്തെ ഓരോ ഡേ മാതിരി ഇരിക്കും അവരെ ഓരോരോ പെർഫോമൻസ്. അപ്പോൾ ഇവിടെ നന്നായി ചെയ്താലും ഞാൻ ഹാപ്പി. പക്ഷേ എനിക്ക് ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, ഒരു ബിരിയാണി റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റൗണ്ടിൽ അവൾ ഒരു തലശ്ശേരി ബിരിയാണി ആയിരുന്നു ഇവൾ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ജഡ്ജ് എനിക്കെന്തോ ആ ഒരു ജഡ്ജ്മെന്റ് മാത്രം ഒരു മോശം രീതിയിലല്ല, അവർക്കത് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സത്യത്തിൽ ഒരു വിഷമം തോന്നി. അത്രയും തലശ്ശേരി ബിരിയാണി വളരെ ഫേമസ് ആണ് ആ സമയത്ത് മാത്രം. എന്താ മോളെ ഇത്? എന്ത് ബിരിയാണിയാണ്? തലശ്ശേരി ദം ബിരിയാണി. നല്ല ഫ്ലേവർ ഉണ്ട്, സമ്മതിച്ചിരിക്കുക. റൈസ് കുറച്ച് ഓവർ കുക്ക്ഡായി, മസാലാസ് ഇത്രയ്ക്ക് ഓവർ ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഫ്രൈ എന്തുകൊണ്ടാണ് ചെയ്തത് മോളെ? അത് വേവിക്കുന്നതിന് പകരം എന്തുകൊണ്ട് വേവിച്ചില്ല? വേവിച്ചാൽ മീൻസ് സ്റ്റോക്കിൻ്റെ ആ വെള്ളം പിന്നെയും സ്റ്റോക്ക് കുറച്ചുകൂടി ബോയിൽ ചെയ്ത് പിന്നെ ഒഴിച്ച്, അതാണ് ബിരിയാണി.
ബിരിയാണി എന്നൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ തലശ്ശേരി ബിരിയാണിയിൽ പൊരിക്കുകയാണ് ചെയ്യുന്നത്. ആണല്ലേ? അപ്പം ആ സ്റ്റൈൽ തന്നെ എടുത്തു. ആയിരിക്കാം. കൃത്യമായിട്ട് ഞാൻ തലശ്ശേരിക്ക് എന്നാണ് സ്പെഷ്യൽ എന്നുള്ളത് ഞാൻ ഇവൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഞാനിത് ഒരു വലിയൊരു കോമ്പറ്റീഷൻ ആയിട്ട് സത്യത്തിൽ എടുത്തിട്ടില്ല, ആ ഒരു സ്പിരിറ്റ് ഇല്ല. പക്ഷെ കൂടുതൽ കാര്യങ്ങൾ ഇവള് പഠിക്കുക എന്നുള്ളതാ. പിന്നെ എനിക്കിപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, എനിക്കിപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായാൽ, നമ്മളിപ്പോൾ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായാൽ ജ്യോതിക ഇപ്പം കേപ്പബിൾ ആയി അവർക്ക് വേണ്ടി കംപ്ലീറ്റ് ഫുഡ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ഷെഫ് മാസ്റ്റർ ജൂനിയറിൽ ജ്യോതിക എത്തിയത് വളരെ ഉപകാരമായിട്ട് തോന്നില്ലേ? എനിക്ക് വേണ്ടിയിരുന്നതും അതായിരുന്നു. അവൾക്ക് അതിനൊരു ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് അതാ. എന്നാലും എപ്പോഴും കുക്ക് ചെയ്യാന്നുള്ളതല്ല, പക്ഷെ അവള് ആവശ്യമാണല്ലോ. അതുപോലെ അവള് സക്സസ് ആയി ഞാൻ വിശ്വസിക്കുന്നല്ല, സക്സസ് ആയി. പക്ഷെ നോട്ട് അത് ഒരു സത്യം പറഞ്ഞാൽ വിൻ ആയതുപോലുള്ള സംതൃപ്തി ഇപ്പോഴേ ഉണ്ട്. നമ്മൾ ഉദ്ദേശിച്ച കാര്യം കഴിഞ്ഞു. സത്യം ഞാൻ ഉദ്ദേശിച്ച കാര്യം കഴിഞ്ഞു. ഞാനും എൻ്റെ ഹസ്ബൻഡും വിചാരിച്ചതായിരുന്നു. അവൾ ഇതിൽ മാത്രമല്ല, ഇപ്പൊ അത് പഠിപ്പില്ല, എന്തായാലും നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി കറക്റ്റ് ആകാന്നുള്ളതാ. അതിൽ ഞാൻ സക്സസ്ഫുൾ. ഇതിപ്പോ ജ്യോതി ഉണ്ടാക്കി തന്ന ചിക്കൻ ലോലിപോപ്പിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? അതിന്റെ പേരെന്താ പറയുക? ചിക്കൻ ലോലിപോപ്പ്. അതാണോ അത്? അതല്ലേ? നന്നായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒക്കെ സന്തോഷം. ഫൈനലെത്തി നിൽക്കുന്ന നമ്മുടെ ജ്യോതിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. പ്രാർത്ഥന ഇല്ലേ? എല്ലാവരും പ്രാർത്ഥിക്കണം ജ്യോതിക്ക് വേണ്ടി. എല്ലാവരും സ്നേഹം, പ്രാർത്ഥന, അനുഗ്രഹം, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ജ്യോതിക്ക് വേണ്ടത്. ജ്യോതിക ഇത് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും മുന്നിലാണെന്നാണ് ജ്യോതിയുടെ അമ്മ മഞ്ജു നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്നാണ് ആപ്തവാക്യം. എന്നാൽ ഒരു ഗുരുവിനെ, വിദ്യ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ അപവാദം പറഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയപ്പോൾ മലപ്പുറത്ത് നടന്ന സംഭവം ഒരു മോണോ ആക്ടിന് വിഷയമാക്കുന്നു. മാനേജറെ ഒരു ഉഗ്രൻ ഐഡിയ. നമ്മളെ സ്കൂളിൽ ഒരു മാഷ ചേർത്ത 35 ലക്ഷം റുപ്യ കയ്യിലങ്ങ് തടയും. അതിനിവിടെ തസ്തികൊഴിവില്ലല്ലോടാ. ഉണ്ടാവും. നമ്മളെ കുരുട്ട് ബുദ്ധിയിലൊരു വെളിച്ചം മിന്നുന്നുണ്ട്. ഇങ്ങോട്ട് കമ്മീഷൻ തരാണ് നമ്മള് പറയാ. ഇജ്ജ് പറ, നടക്കോ നോക്കട്ടെ. ഈ ആഴ്ച സ്റ്റാഫ് മീറ്റിംഗ് നടക്കും. മാഷന്മാരും ടീച്ചർമാരും മാത്രം പങ്കെടുക്കുമ്പോൾ നമ്മൾ രണ്ടാളങ്ങ് കയറി ചെല്ലും, പ്യൂണും മാനേജറും. അതോൽക്ക് രസിക്കൂല. പ്രത്യേകിച്ച് ആ പുറമേരിക്കാരി വിപ്ലവകാരി വാശിക്ക്. ഞമ്മളെ തല്ലും. നമ്മളോൻ്റെ പെടലിക്കിട്ടൊന്ന് കൊടുക്കും. ഞമ്മളെയും തള്ളും. അപ്പോൾ അവൻ്റെ മേലിന്ന് കുറച്ച് ചോരി പൊടിയും. ഓനെ സസ്പെൻഡ് ചെയ്യാൻ വേറെ കാരണം വേണ. എടാ, പ്യൂണൊന്നും ആവേണ്ട ആളല്ല നീ. എൻ്റെ ബുദ്ധി അപാരം തന്നെ. കണ്ടല്ലോ പെർഫോമൻസ്. കുക്കിംഗ് മാത്രമല്ല, എല്ലാ കലയിലും എല്ലാ വിഭാഗത്തിലും ഒന്നാമത് നിൽക്കുന്നതാണ് നമ്മുടെ ജ്യോതിക. അപ്പോൾ ജ്യോതിക എല്ലാവരും അനുഗ്രഹിക്കണം. ചിത്രം കണ്ടോ? ജ്യോതിക വരച്ചതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു സമ്മാനമായി ജ്യോതികയ്ക്ക് ഒരു ചിത്രം വരച്ചു കൊടുക്കണം. പെട്ടെന്ന് വരച്ചതാണ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇത് നെൽസൺ ചേട്ടൻ എനിക്ക് വരച്ച് തന്ന പിക്ചറാണ്. വരച്ചു തന്നുകൊണ്ട് തന്നെ ഒരു വലിയ താങ്ക്സ് ചേട്ടന്. കാരണം ഒരു ഗിഫ്റ്റായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗിഫ്റ്റ് തന്നെയാണിത്. മീൻസ് എൻ്റെ വര എന്ന കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരം ഗിഫ്റ്റാണ് എനിക്കിപ്പോൾ ചേട്ടൻ തന്നിരിക്കുന്നത്. അതിന് ചേട്ടനോട് തന്നെ വലിയൊരു താങ്ക്സ്. ഇതെല്ലാം എനിക്ക് സർപ്രൈസാണ്. ഇവർ വരുമെന്ന് പോലും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇത്രയും കാലം ഇപ്പം ഞാൻ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഷെഫ് മാസ്റ്ററിന് ശരിക്കും ഇത്രയും കാലം ഒരു ഫാമിലി തന്നെയാണ് അവിടെ. ഒട്ടേറെ ഫ്രണ്ട്സ്, ഒട്ടേറെ നല്ല ജഡ്ജസ്, നല്ല ആങ്കർ, ആ ക്രൂ കംപ്ലീറ്റ് ഒരു നല്ല ഫ്രണ്ട്സാണ്. അപ്പം പാചകത്തോടൊപ്പം തന്നെ എല്ലാവിധ മേഖലയിലും പേരെടുക്കാൻ ഞാൻ ശ്രമിക്കും. ഫൈനലിൽ 1ാം സ്ഥാനം തന്നെ കൈവരിക്കാൻ ഞാൻ എൻ്റെ എല്ലാവിധ കഴിവുകളും ഉള്ളിൽ നിന്ന് പ്രകടിപ്പിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന, അനുഗ്രഹം എല്ലാം എനിക്ക് വേണം.